കോഴിക്കോട് എലത്തൂരിലെ ഇന്ധന ചോർച്ചയിൽ HPCLന് ഗുരുതര വീഴ്ചയെന്ന് ഡെപ്യൂട്ടി കലക്ടർ. വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധനയ്ക്ക് ശേഷമാണ് പ്രതികരണം. ചോർച്ച പൂർണ്ണമായും തടയാൻ സാധിച്ചില്ലെന്നും ശാശ്വത പരിഹാരം വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. മന്ത്രി AK ശശീന്ദ്രൻ വൈകുന്നേരം പ്രദേശം സന്ദർശിക്കും. എലത്തൂരിലെ ഇന്ധന ചോർച്ചയിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡിപ്പോയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടായാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു. മന്ത്രി AK ശശീന്ദ്രൻ അടിയന്തര റിപ്പോർട്ട് തേടിയതിനു പിന്നാലെ ദുരന്ത നിവാരണം ഡെപ്യൂട്ടി കലക്ടർ E അനിതകുമാരിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഡിപ്പോയിലെത്തി HPCL ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. HPCLന് ഗുരുതര വീഴ്ചയുണ്ടായതായി അനിതകുമാരി പറഞ്ഞു. സംഭവസ്ഥലം സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം. HPന്റെ കയ്യിൽ അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പാണ്. ആ വീഴ്ചയെ പറ്റിയുള്ള കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് അത് പരിഹരിക്കേണ്ടതെന്നും കൂടെയാണല്ലോ ഇപ്പം നോക്കുന്നത്. ഒരു സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ ഡ്രെയിനിൽ നിന്ന് തിരിച്ച് ആ കോമ്പൗണ്ടിൽ ഉള്ളിലേക്ക് തന്നെ പോകുന്ന രീതിയിൽ സ്ലോപ്പ് കൊടുത്തിട്ട് സക്ക് ചെയ്തെടുത്ത് തിരിച്ചെടുത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ ബോഡീസിലേക്ക് എത്താതെ റിമൂവ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വേഗം നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇന്ധനം ടാങ്കിൽ നിറയുമ്പോൾ ഉള്ള അലാറം അടിച്ചില്ലെന്നും സാങ്കേതിക തകരാർ മൂലമുള്ള ഓവർഫ്ലോ മാത്രമാണെന്നുമാണ് അധികൃതരുടെ വിശദീകരണം. പ്രശ്നം പരിഹരിച്ചെന്ന് ഇന്നലെ HPCL അധികൃതർ പറഞ്ഞെങ്കിലും ഇപ്പോഴും പ്ലാന്റിൽ നിന്ന് ഡീസൽ ഓവുചാലിൽ എത്തുന്നുണ്ട്. എത്രത്തോളം ഡീസലാണ് പുറത്തേക്ക് ഒഴുകിയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ കണക്കുകളില്ല. സ്റ്റോപ്പമ്മ കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിച്ച് ഈ സ്ഥാപനം ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് കണ്ണൂർ ഒരു സ്ഥലത്തെന്ന് പറഞ്ഞ് കണ്ണൂരൊക്കെ പോലുള്ള ഏർപ്പാട് അടിയന്തരമായി ചെയ്യണം. അതാണ് നാട്ടുകാരുടെ ആവശ്യം. ഇന്നലെ 3:30യോടെയാണ് ചോർച്ച നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സംഭരണ കേന്ദ്രത്തിൽ നിന്നുള്ള ഡീസൽ സമീപത്തുള്ള ഓടയിലേക്ക് ഒഴുകുകയായിരുന്നു. 25ഓളം ഡ്രമ്മുകളിലാക്കിയാണ് ഡീസൽ മാറ്റിയത്. ഇതിനു മുൻപും ഇത്തരത്തിൽ ചോർച്ചയുണ്ടായതായി നാട്ടുകാർ പറയുന്നു. നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും ഇതുമൂലം ഉണ്ടാകുന്നതായാണ് നാട്ടുകാരുടെ പരാതി. മീഡിയ 1 കോഴിക്കോട്.